നമസ്കാരം. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ദയനീയ പരാജയത്തിന് കാരണം പിണറായി വിജയൻ്റെ ധാർഷ്ട്യമാണെന്നും ശരീരഭാഷ സാധാരണക്കാരന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്നുമാണ് അംഗങ്ങളെല്ലാവരും വിമർശിച്ചത്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റശൈലി പലപ്പോഴും ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ വരുന്നത് പോലും ശരിയല്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ നേതൃയോഗങ്ങളിൽ ഉയർന്നു. വീട്ടിൽ പോയി പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഒരു CPM പ്രവർത്തക സെൽഫി എടുത്തതുപോലും മുഖ്യമന്ത്രി തടഞ്ഞു. പിണറായിക്ക് മാത്രം പ്രായപരിധിയിൽ ഇളവ് നൽകിയത് എന്തിനാണെന്ന ചോദ്യവും പലരും ഉന്നയിച്ചു. സംസ്ഥാന സമിതി അംഗങ്ങളെ പോലും മത്സരിപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ പിണറായിക്ക് മാത്രം എന്ത് യോഗ്യത ആണ് ഉള്ളതെന്നാണ് പലരും പങ്കുവച്ചത്. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന വിമർശനമാണ് മറ്റൊന്ന്. എന്നാൽ ഇതിനെ പ്രതിരോധിച്ച് MV ഗോവിന്ദൻ രംഗത്തെത്തി. പിണറായി അല്ലാതെ മറ്റാരെ പ്രതിപക്ഷ നേതാവാക്കുമെന്നും സീനിയറായ വേറെ ആരുമില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും വിമർശനം അഴിച്ചുവിട്ടു. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് പന്തലിട്ടാണ് സാധാരണക്കാരെ സ്വീകരിക്കുന്നത്. ഇവിടുത്തെ CPMൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ ഓഫീസ് സാധാരണക്കാരന് പ്രവേശിക്കാൻ സാധിക്കില്ല. മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നവരെ മാറി നിൽക്കാൻ പറയുമെന്ന പോലും വിമർശനം ഉയർന്നു. മന്ത്രിമാർക്കെതിരെയുള്ള വിമർശനത്തിൽ MP രാജേഷും വീണ ജോർജുമാണ് വിലയിരുത്തപ്പെട്ടത്. രണ്ടുപേരും പൂർണ്ണ പരാജയമാണെന്ന് യോഗം വിലയിരുത്തി. മന്ത്രിയുടെ ഓഫീസ് പൂർണ്ണ പരാജയമായിരുന്നു. സംഘടനാബോധമില്ലാത്തവരെ മന്ത്രിയാക്കരുതെന്ന് വീണയ്ക്കെതിരെ വിമർശനമുയർന്നു. പത്തനംതിട്ട ടൗണിൽ കാണാമെന്ന വീണയുടെ വെല്ലുവിളി അത് ജനങ്ങളോടായിരുന്നു. ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങളാണ് യോഗത്തിൽ ഉയർന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിലെ CPMൻ്റെ കനത്ത തോൽവിയിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഉത്തരവാദിത്തമുണ്ടെന്ന് G സുധാകരൻ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞ ഞാൻ എന്തിനി പാർട്ടിയെ നന്നാക്കാൻ പോകണം? വീണ്ടും MLA ആയി സഭയിലെത്തുന്നതിൽ സന്തോഷമുണ്ട്. എനിക്ക് മുന്നിൽ പിണറായി സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന ചർച്ചകളിൽ താല്പര്യമില്ല. അദ്ദേഹം ഇപ്പോൾ എന്നെപ്പോലെ ഒരു MLA ആണ്. രാഷ്ട്രീയത്തിൽ ഞാൻ ശത്രുത സൂക്ഷിക്കാറില്ല. നിയമസഭയിൽ ഒരിക്കൽ കൂടി വരണമെന്ന് തീരുമാനിച്ചു. സ്വതന്ത്രമായി മത്സരിച്ചുവെന്നും G സുധാകരൻ വ്യക്തമാക്കി.